ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മളിപ്പോൾ മോക്ക് എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. മോക്ക് എക്സാമിൽ നമ്മൾ പഠിച്ചിട്ട് പോകുന്നുണ്ട്, മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ തരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന കോൺസെപ്റ്റ്സോ മോക്ക് എക്സാമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയോ ആണോ? അല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നിങ്ങൾ എപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഫാക്ടറാണ്. ദാറ്റ് ഈസ് യുവർ ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് എക്സാം ഹാളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യാം, നിങ്ങളുടെ സ്കോർ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. സോ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മെയ് 3-ാം തീയതി വൈകുന്നേരം ഒന്ന് പ്ലാൻ ചെയ്ത് 4-ാം തീയതി എക്സാം ഹാളിൽ പോയി ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന ഓരോ മോക്ക് ടെസ്റ്റും നിങ്ങളുടെ ഫൈനൽ എക്സാം എങ്ങനെയാണോ എഴുതാൻ പോകുന്നത് അതേ മെത്തേഡ് ഉപയോഗിച്ച് എഴുതുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സിന് നിൽക്കരുത്. നിങ്ങൾക്ക് ഇതുവരെ വർക്കൗട്ട് ആയ ഒരു മെത്തേഡിൽ തന്നെ പോവുക. അപ്പോൾ ടൈം മാനേജ്മെന്റ് നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യും. അതിനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണിത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ടു സെഗ്മെന്റ് ദ പേപ്പർ ഇൻ റിവേഴ്സ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഫിസിക്സിന് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് ഓർത്തിട്ട് നമ്മൾ ഫിസിക്സ് ആദ്യം ചെയ്യും, ദെൻ കെമിസ്ട്രി, ദെൻ ബയോളജി ഈസി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പോവുക. പക്ഷേ ഞാനൊന്ന് സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്കിത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അത് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് ചെയ്ത് നോക്കുക. ചിലർ അങ്ങനെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ ബയോളജി ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഇഫ് ബയോളജി ഈസ് യുവർ സ്ട്രോങ്ങസ്റ്റ് സബ്ജക്ട്, നിങ്ങൾക്ക് ഏത് ഓർഡർ വേണമെങ്കിലും എടുക്കാം. അതായത് അറ്റംപ്റ്റ് ദ പേപ്പർ ഇൻ സച്ച് എ വേ ദാറ്റ് യു റൈറ്റ് യുവർ സ്ട്രോങ്ങസ്റ്റ് സബ്ജക്ട് ഫസ്റ്റ്. യു അറ്റംപ്റ്റ് യുവർ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ഫസ്റ്റ് ചെയ്യുക. ഓക്കെ. രണ്ടാമതായിട്ട് മോഡറേറ്റ്, ഓക്കെ, മീഡിയം, നിങ്ങൾക്ക് ഓക്കേഷ് ആയിട്ടുള്ളതും. ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റും ആയിരിക്കണം. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറിൽ ഒരുപാട് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. അപ്പം നീറ്റ് എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് പ്ലാൻ ഇറ്റ് ദിസ് വേ ദാറ്റ് യു ആർ ഗോയിങ് ടു അറ്റംപ്റ്റ് യുവർ മോസ്റ്റ് കോൺഫിഡൻറ്റ് പേപ്പർ ഫസ്റ്റ്. അങ്ങനെ നമ്മൾ അത് നല്ല രീതിയിൽ കോൺഫിഡൻറ്റ് പേപ്പർ ആദ്യം എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓവറോൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ, ഫുൾ സോൾവ് ചെയ്യാൻ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുകയും ടൈംലി അക്യുറേറ്റ് ആയിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ചെയ്യുക. ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പേപ്പർ ഏറ്റവും ലാസ്റ്റ് ചെയ്യാനാണ് പറയുക. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം എല്ലാ വർഷവും നീറ്റിൻ്റെ പാറ്റേണിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതായത് pattern as in the way the questions are asked. Like ചില വർഷം കെമിസ്ട്രി ആയിരിക്കും ലെങ്തി, ചില വർഷം ബയോളജി ആയിരിക്കും ലെങ്തി ആയിട്ടുള്ളത്, ചില വർഷങ്ങളിൽ ഫിസിക്സ് ആയിരുന്നു ലെങ്തി. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ആയിട്ട് വന്നത്. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. വി ആർ എക്സ്പെക്ടിങ് ബയോളജി ഈസ് ഗോയിങ് ടു ബി ലെങ്തി. സോ നമ്മൾ പേപ്പർ കൈ കിട്ടിക്കഴിയുമ്പം ഒരു ഫസ്റ്റത്തെ ഒരു 5 മിനിറ്റ്സ് പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക. നിങ്ങൾക്ക് പേപ്പർ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതായത് ഏതിലാണ് കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസ്, ലെങ്തി കുറേ സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങനത്തെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ വലിയ വലിയ പ്രോബ്ലംസും വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ, അഗെയിൻ ഐ എം ടെല്ലിങ് യു, അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണ് ഇത് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. If not, I always suggest start with your strongest subject. ഓക്കെ, അങ്ങനെ നമുക്ക് സമയം എഫക്റ്റീവായിട്ട് സേവ് ചെയ്യാനും പറ്റും. ഇനി ടൈം സേവിങ്ങിനുള്ള മറ്റൊരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. മിസ് പറയുന്നത് യൂസ് ദ 40-40-60 റൂൾ. എന്താണ് 40-40-60 റൂൾ? 40 minutes for biology, 40 minutes for chemistry and 60 minutes for physics. Because if physics is going to take you a lot of time, calculations ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണം എന്ന് തോന്നുകയാണെങ്കിൽ 40-40-60 റൂള് ഫോളോ ചെയ്യാം. ഇനി അതല്ല, ചിലർക്ക് ബയോളജിക്കായിരിക്കും കൂടുതൽ വായിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വായിച്ച് ലെങ്തി ആയിട്ടുള്ളത് ഇതുള്ളത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസ് 90% ഓഫ് ദ കേസസിൽ പീപ്പിൾ സോൾവ് ബയോളജി വെരി ക്വിക്ക്ലി ബിക്കോസ് വൺ വേർഡ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് 40 മിനിറ്റ്സിൽ ബയോളജി ചെയ്യാം, നെക്സ്റ്റ് 40 മിനിറ്റ്സിൽ കെമിസ്ട്രി ചെയ്യുക, നെക്സ്റ്റ് 60 മിനിറ്റ്സിൽ ഫിസിക്സ് ചെയ്യുക. പിന്നെ റിമൈനിങ് ഒരു 20 മിനിറ്റ്സ് ഉണ്ടാവും. ആ 20 മിനിറ്റ്സ് നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാനും ഓവറോൾ പേപ്പറിനെ ഒന്ന് നോക്കാനുമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇത് കുറേ പേർക്ക് വർക്കൗട്ട് ആയിട്ടുള്ളതാണ്. പിന്നെ എന്താണ്, നിങ്ങൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റൽ ഡ്രെയിനേജ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ സമയം ശരിക്കും യൂസ് ചെയ്യുന്നില്ല, ഞാൻ സമയം കളയാണോ എന്നൊക്കെ. അപ്പോൾ 40 മിനിറ്റ്സ് ആണ് ഞാൻ ബയോളജി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എത്ര കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഫസ്റ്റ് ഗോ ആണ് മിസ് പറയുന്നത്. കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് സോൾവ് ചെയ്ത് പോവുക. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡ്രെയിനേജും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എക്സാമിൻ്റെ ഇടയ്ക്ക് വരുന്നതൊക്കെ ഒഴിവാക്കാനും പറ്റും. ഓക്കെ, മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് നമ്മുടെ 2-pass സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ നമ്മൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, ബയോളജിയിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളാണ്, നമുക്ക് അറിയുന്ന ആൻസർ സൂപ്പർ ഡ്യൂപ്പർ കോൺഫിഡൻറ്റ്, ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അപ്പം തന്നെ ആൻസർ ചെയ്യുക, OMR മാർക്ക് ചെയ്യുക. നോ റീ തിങ്കിങ്, നോ റീ റീഡിങ്, നത്തിങ് അബൌട്ട് ദം.
ഓക്കെ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രം തിരിച്ചു വരിക. ഒരേ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചുകൊണ്ടിരിക്കരുത്. ഒരു പ്രാവശ്യം വായിച്ചു, സെക്കൻഡ് ടൈം വായിച്ചു, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ലീവ് ഇറ്റ് ദെയർ, യു വിൽ ഗോ ബാക്ക് ടു ഇറ്റ് ലേറ്റർ. അവിടെ അത് തന്നെ വായിച്ച് 5-6 മിനിറ്റ്സ് കളയരുത്. ഓക്കെ മക്കളെ? ഓക്കെ. അപ്പം ടൈമൊക്കെ അങ്ങനെ സേവ് ചെയ്യാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നാലാമത്തെ സ്ട്രാറ്റജിയാണ് നമ്മുടെ OMR മാർക്കിംഗ് സ്ട്രാറ്റജി. ദാറ്റ് ഈസ് ബബിൾ ഇൻ ബാച്ചസ്. OMR നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ പേപ്പർ ഒറ്റയടിക്ക് സോൾവ് ചെയ്തിട്ട് ഒരുമിച്ച് മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ടൈം കൺസ്യൂമിങ് ആണ്. ആൻഡ് ഓൾസോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ് ചെയ്ത് മിക്സപ്പ് ആയി പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെയ്ത് കുറച്ച് റിസ്ക്കിയാണ്. നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ആ 5 ക്വസ്റ്റ്യൻ കോൺഫിഡൻറ്റ് ആണെങ്കിൽ OMRൽ അപ്പം തന്നെ ബബിൾ ചെയ്യാം. കറക്റ്റ് രീതിയിൽ ബബിൾ ചെയ്യാൻ നോക്കുക. OMR ബബിളിംഗ് സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് 5 സോൾവ് ചെയ്തു, അടുത്ത 5 സോൾവ് ചെയ്തു, അടുത്ത 5 ബാച്ചസ് ഓഫ് 5 ആണ് ഏറ്റവും സേഫ്. അപ്പം അത് മക്കൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താണ്, നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവലും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും മാർക്ക് ചെയ്യാൻ മറന്നു OMRലേക്ക് ആക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇതുവഴി സേവ് ചെയ്യാൻ പറ്റും. ഐ മീൻ ഒരുപാട് സമയവും സേവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. കാരണം നിങ്ങൾ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് OMRൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ. പിന്നെ സ്ലോ കില്ലേഴ്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്ലോ കില്ലേഴ്സ് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വായിക്കും, ഓക്കെ ആണ് തോന്നി, രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുന്നു, കൺഫ്യൂഷൻ വന്നു, മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും വായിക്കും തോറും കൺഫ്യൂഷൻ കൂടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്ലോ കില്ലർ ക്വസ്റ്റ്യൻസ്. അതൊന്ന് ഫ്ലാഗ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ അപ്പം തന്നെ വായിച്ചിരുന്ന 5-10 മിനിറ്റ് അതിനു വേണ്ടി ചിലവഴിച്ച്, ഇത് യൂഷ്വലി മക്കൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ഒന്നാമത് എക്സാം ഹാളിൽ നിങ്ങൾക്ക് നല്ല ടെൻഷൻ ആയിരിക്കും. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, അപ്പോൾ വായിച്ച് അത് തന്നെ നോക്കി ആ ഒരു ഇതിൽ ഹറിബറിയിൽ വായിച്ച് നിങ്ങൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചില ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മോർ ദാൻ 5 മിനിറ്റ്സ് ഒക്കെ സോൾവ് ചെയ്യാൻ എടുക്കുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെനിക്ക് കുറച്ച് സമയം എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ, ഗോ സോൾവ് ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്, കം ബാക്ക് ടു ദം, ഫ്ലാഗ് ദം. പക്ഷേ മേക്ക് ഷുവർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. നമ്മൾ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് സമയം ഇട്ടിട്ടുണ്ടല്ലോ, ആ സമയത്ത് വന്നിട്ട് നിങ്ങൾക്കിതൊന്ന് നോക്കി സോൾവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം ഇനി നിങ്ങൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റീകൺഫേം ചെയ്തിട്ട് മാത്രം OMRലേക്ക് അത് മാർക്ക് ചെയ്യാം. ഓക്കെ. അടുത്തതായി മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പം ഇതുവരെ ഞാൻ നിങ്ങളോട് ടൈം മാനേജ്മെന്റ് പറഞ്ഞു, OMR മാർക്കിംഗ് പറഞ്ഞു. ഇതും കൂടി മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എലിമിനേഷൻ പ്ലസ് ആങ്കർ ആണ്. നിങ്ങൾക്കറിയാം സ്മാർട്ട് എലിമിനേഷൻ മെത്തേഡ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം അതിലെ 4 ഓപ്ഷൻസിൽ എനി 2 ഓപ്ഷൻ നമുക്ക് അബ്സല്യൂട്ട്ലി റോങ് ആയിട്ട് തോന്നും അല്ലേ. അപ്പം ആ റോങ്ങിനെ ആദ്യം തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. പിന്നെ ഉള്ളത് 2 നമുക്ക് ഡൗട്ടുള്ള 2 ഓപ്ഷൻസ് ആണ്. അതിനെ ബിറ്റ്വീൻ നമ്മളിങ്ങനെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതാണോ അതാണോ അതിങ്ങനെ ആലോചിച്ച് സമയം കളയുന്ന സമയത്ത് പ്ലീസ് മേക്ക് ഷുവർ യു യൂസ് യുവർ ലോജിക് വൈൽ ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ. യൂസ് ലോജിക്, നോട്ട് യുവർ മെമ്മറി. ഓക്കെ. എപ്പോഴും നമ്മൾ ഓർമ്മയിൽ എങ്ങനെയാണ് കിടക്കുന്നത് അതല്ല. ആ സമയത്ത് നിങ്ങൾക്ക് വായിക്കുമ്പം ഏതാണോ ലോജിക്കലായിട്ട് തോന്നുന്നത്, ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുകയാണ്, അപ്പം നിങ്ങൾക്ക് എവറിത്തിങ് ഈസ് ഓക്കെ, പക്ഷേ അഗെയിൻ ഇതേപോലെ ഡൗട്ട് വരുന്നു. 2 ചോയ്സസ് അതിൻ്റെ ഉള്ളിൽ 2 ഒരേപോലെ തോന്നുകയാണ്. നമുക്ക് എത്ര ചില സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ഇത് പറ്റാറുണ്ട്, ചില അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് ഇത് പറ്റാറുണ്ട്. രണ്ടും ശരിയാണല്ലോ, ഇത് ശരിയാണല്ലോ. ഇപ്പം ചില 2 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒരേപോലെ തോന്നും. അല്ലെങ്കിൽ ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ്, നമുക്ക് ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് കാര്യമായിരിക്കാം നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. നമുക്ക് അതിനൊരു ബ്രെയിൻ ഫോഗ് പോലെ വരും അല്ലേ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത പോലെ വരും. അങ്ങനെ വരുമ്പോൾ ഡോണ്ട് അറ്റംപ്റ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ട്രാപ്പ്. കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ ഇൻ സം കേസസ് മോർ ദാൻ 1 ആൻസർ വിൽ ബി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ ട്രാപ്പ്, റൈറ്റ്, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 ആൻസർ കറക്റ്റ് ആണ്, അബ്സല്യൂട്ട്ലി സെയിം ആണെന്ന് തോന്നുകയാണെങ്കിൽ ലീവ് ഇറ്റ് ദെയർ, അഗെയിൻ കം ബാക്ക് ടു ഇറ്റ് ലേറ്റർ. അപ്പം ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അല്ല ഇതാണ് ശരിയെന്ന് തോന്നിയെങ്കിൽ അത് മാർക്ക് ചെയ്യുക. ഇഫ് ദർ ഇസ് നോ ക്ലാരിറ്റി, ഐ ടെൽ യു ടു ലീവ് ഇറ്റ്. വെറുതെ നെഗറ്റീവ് മാർക്കിംഗ് വാങ്ങിക്കേണ്ടല്ലോ. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ സെറ്റ് നെഗറ്റീവ് മാർക്കിംഗ് ലിമിറ്റ്. ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ്, എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ വന്നു എന്ന് വരും അല്ലേ. അപ്പം നമുക്ക് ഒരു സബ്ജക്റ്റ് 45 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലൊരു ഒരു 3 ക്വസ്റ്റ്യൻ വരെയൊക്കെ എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് വരാം.
അങ്ങനെ, അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് വരുത്തൂ എന്നല്ല പറയുന്നത്. പക്ഷേ എന്താ പറയുക, ഇനി അത് നെഗറ്റീവ് മാർക്കിംഗ് ആവുമോ എന്ന് ആലോചിച്ച് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ യുവർ മൈൻഡ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ പേപ്പറിനെ പ്ലാൻ ചെയ്ത് പോവുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മോക്ക് എക്സാം എഴുതുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് നടക്കുന്നുണ്ട്. ഓരോ എക്സാമും ഓരോ ലേണിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവുക. പിന്നെ ബയോളജിയിലൊക്കെ എസ്പെഷ്യലി ചെയ്യേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ ട്രിഗർ എ വേർഡ് ചെക്ക്. വേർഡ് ചെക്ക് എന്ന് വെച്ചാൽ വേർഡ്സ് ലൈക്ക് ഓൾവേസ്, ഓൺലി, ബിക്കോസ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബവ്. പിന്നെ വരാറുണ്ട് ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, ഹൗ മെനി ഓഫ് ദീസ് ബിലോങ് ടു ദിസ് ഫാമിലി, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ഒന്ന് കെയർഫുൾ ആയിട്ട് ഈ ഓൾവേസ് അല്ലെങ്കിൽ ഓൾസോ അങ്ങനെയുള്ള വാക്കുകൾ, നെവർ, നോട്ട് ഓൺലി, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് നോട്ട് ദി ലീസ്റ്റ്, വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഇസ്, ലെറ്റ് എനിത്തിങ് ഹാപ്പൻ ഇൻ ദി എക്സാം ഹാൾ. സി, പ്ലീസ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകുന്നു, പെട്ടെന്ന് പേജസ് മറയ്ക്കുന്നു, കുറേ പേര് ഓൾറെഡി കംപ്ലീറ്റ് ആയതുപോലെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എക്സാമിൽ ഇൻവിജിലേറ്റേഴ്സ് തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നടക്കും. സോ പ്ലീസ് മേക്ക് ഷുവർ യുവർ മൈൻഡ് ഇസ് ഫ്രീ ഓഫ് ഓൾ ഓഫ് ദിസ്. ഇഗ്നോർ വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് യു. പ്ലീസ് ഇൻഡൾജ് യുവർ സെൽഫ് ഇൻ യുവർ പേപ്പർ, ഇൻഡൾജ് യുവർ സെൽഫ് ഇൻ choosing that correct answers to those 45 questions per subject. Indulge yourself in എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. സി, നിങ്ങളൊരു നല്ല പ്ലാനുമായിട്ടാണ് എക്സാം ഹാളിലേക്ക് പോകുന്നത്. ഞാൻ 40-40-60 റൂൾ ഫോളോ ചെയ്യും, ഞാൻ സ്മാർട്ട് എലിമിനേഷൻ നടക്കും, ഞാൻ എന്താ പറയുക, എലിമിനേഷൻ ആൻഡ് ആങ്കറിങ് മെത്തേഡ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് എക്സാം ഹാളിലേക്ക് പോകുന്നത്. സോ ഐ ഹാവ് നോ ടൈം ടു വേസ്റ്റ് ഫോർ ഓൾ ഓഫ് ദിസ്. ഓക്കെ, 40-40-60 ലാസ്റ്റ് 20 മിനിറ്റ്സ് ഞാൻ കം ബാക്ക് ചെയ്യും, ഞാൻ നോക്കും ഏതൊക്കെയാണ് ഞാൻ മിസ് ഔട്ട് ചെയ്തെന്നുള്ളത്. ഞാൻ കറക്റ്റായിട്ട് എല്ലാം OMR മാർക്ക് ചെയ്യും, സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യും. എനിക്ക് ഒട്ടും ഷുവർ അല്ലാന്ന് തോന്നുന്നത് ഞാൻ നെഗറ്റീവ് മാർക്കിംഗ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസിനെ അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വി ഹാവ് നോ ടൈം ടു ബി ബോതേർഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്, ഇറ്റ്സ് സോ ഹോട്ട്, അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്തെങ്കിലും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായി എഴുതാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാം. അല്ലാതെ പ്ലീസ് don't look around and compare yourself and dishearten yourself, my future doctor. അപ്പോൾ ഇനി അങ്ങോട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് പോകുമല്ലോ. പ്ലീസ് പ്ലാൻ യുവർ പേപ്പർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നുള്ളത് മിസ്സിനോട് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.